മതപണ്ഡിതന്മാര് മൗനം പാലിച്ചു എന്ന് പറഞ്ഞു. താങ്കൾ എന്തായാലും ഇപ്പോഴും ആ പറഞ്ഞ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. മമ്മൂട്ടി റോഡ് കൂടിയാണെങ്കിൽ അത് തെറ്റ് തന്നെ എന്ന് പറയുന്നു. മതപണ്ഡിതന്മാര് മൗനം പാലിച്ചു എന്ന് പറഞ്ഞു. ഇപ്പം സാറ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്, ഒരു മതപണ്ഡിതൻ എന്ന രീതിയിലല്ല. അതില് താങ്കളുടെ ചോദ്യത്തിലെ തന്നെ ഞാൻ പറയാം, ഞാന് വഴിതെറ്റി മാധ്യമ പ്രവർത്തകനായതാ. ഒരു മതപണ്ഡിതനെ ഏതെല്ലാം കിതാബുകളാണോ ഓതിയിട്ടുള്ളത് അതെല്ലാം തന്നെ അഭിമാനത്തോടു കൂടി പറയട്ടെ, ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ ഓതിയിട്ടുണ്ട് എന്നല്ല. ഇന്ത്യക്ക് പുറത്ത് വിദേശത്ത് പോയി പഠിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ശാന്തപുരം ഇസ്ലാമിയ കോളേജ് എന്ന കോളേജിൽ നിന്ന് 2ാമത്തെ ബാച്ചായി പാസ്സായ ആളാണ്. അവിടെ പഠിപ്പിക്കാത്ത ഒരു കിതാബും ഈ പള്ളിയിലെ മുസ്ലിംമാർ ഓതിയിട്ടില്ല. ഈ താടിയും തലയെക്കെട്ടും അത് ചൂഷണത്തിന്റെ 2 ഉപകരണങ്ങളാണ്. താടി നീട്ടി വളർത്തുക, തലയെക്കെട്ട് വലിയ തോതിൽ കെട്ടുക. അത് കണ്ടാൽ തന്നെ ഒരുവിധം പെണ്ണുങ്ങളും സമുദായത്തിലെ പാവപ്പെട്ടവരൊക്കെ പോലെ ബഹുമാനിക്കും. അത്തരത്തിലുള്ള ഒരു ബഹുമാനവും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മതത്തിന്റെ പേരിൽ മതത്തിന്റെ ഒരു ചിഹ്നം സ്വീകരിച്ച് അതിന്റെ പേരിൽ ആളുകൾ കാണുമ്പോൾ എഴുന്നേറ്റിരിക്കുകയോ നമ്മളെ വാക്കുകൾക്ക് വില കൽപ്പിക്കുകയോ അതെനിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഏറ്റവും വലിയ തലകെട്ട് കെട്ടാൻ അർഹതയുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് കിട്ടിയ ഡിഗ്രി FD BSc FT എന്ന് പറഞ്ഞാൽ BSc എന്ന് പറഞ്ഞാൽ ബാച്ചലർ ഓഫ് സോഷ്യൽ സ്റ്റഡീസ്. ഈ 2 ഡിഗ്രിയും കൂടി കിട്ടിയ എന്റെ സർട്ടിഫിക്കറ്റിന്റെ കയ്യിലുണ്ട്. ശാന്തപുരം ഇസ്ലാമിയ കോളേജ്, അത് ഇന്ത്യയിലെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ഥാപനം. അതിന് പുറമെ വിദേശത്ത് പോയും ഞാൻ ഇത് തന്നെ പഠിച്ചിട്ടുണ്ട്. വിദേശത്ത് പോയി അത്തരത്തിൽ പഠിച്ചവരുടെ എണ്ണം നമ്മുടെ വളരെ കുറവാണ്. മദീന യൂണിവേഴ്സിറ്റിയിലേക്ക് സെലക്ഷൻ കിട്ടിയിരുന്നു, അത് ഞാൻ വേണ്ടെന്ന് വെച്ചു. ഖത്തറിലേക്ക് ഞാൻ പോയി. അപ്പൊ ഞാനൊരു പണ്ഡിതനല്ല, വെറും ഒരു പത്രപ്രവർത്തകനാണ്. ഞാൻ വഴിതെറ്റി പത്രപ്രവർത്തകനായി. അതായത് മതപണ്ഡിതനായിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ, ശരിയായ മതപണ്ഡിതൻ. ഞാൻ പിന്നെ താടി നീട്ടിയാലത് ആലോചിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കാൻ വിചാരിച്ച ചോദ്യം തൽക്കാലം മാറ്റിവെച്ചു. ഇനി ഇപ്പൊ ഞാനൊരു മതപണ്ഡിതനല്ലാത്ത താങ്കള് മതപണ്ഡിതന്മാരെയൊക്കെ ഇങ്ങനെ പറയുമ്പോ അവരെയൊക്കെ വിമർശിക്കുമ്പോ താങ്കൾ എന്തിനാണ് ഇങ്ങനെ വിവാദത്തിൽ പോകുന്നത്, അല്ലെങ്കിൽ സാർ എന്തിനാണ് ഇത്തരം വിഷയങ്ങളിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അത് ഞാൻ മാറ്റിവെക്കുന്നു. ഇനി എനിക്ക് ഇപ്പം ഈ പറഞ്ഞ മറുപടിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ചോദിക്കാനുള്ളത്. ഇപ്പോ തലപ്പാവിനും തലകെട്ടിനും ഒക്കെ അത് ശരിയല്ല, അവർ മറ്റുള്ള ആളുകളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള താടിയും തലകെട്ടൊക്കെ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ തലമറക്കുന്നതും, ഞാനൊരു മതപണ്ഡിതൻ കൂടെയാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത്. തലമറക്കുന്നതും താടി വളർത്തുന്നതും ഒക്കെ സുന്നത്താണ്. അത് ചെയ്താൽ പ്രതിഫലമുണ്ട്, ചെയ്തില്ലെങ്കിൽ വിരോധമില്ല എന്നതാണ് സുന്നത്ത്. അത്തരത്തിൽ ഒരു സാഹചര്യം അങ്ങനെ നമ്മളൊക്കെ വിശ്വസിക്കുമ്പോൾ അതിനെങ്ങനെ വിമർശിക്കുന്നത്? മുസ്ലിം സമുദായത്തിൽ എന്തുകൊണ്ട് മതപണ്ഡിതന്മാർ മാത്രം താടി വെക്കുന്നത്, മതപണ്ഡിതന്മാർ മാത്രം വലിയ തലകെട്ട് കിട്ടുന്നുണ്ടാ? അങ്ങനെ തലകെട്ടിന് അതിന്റെ മതപരമായ ഭാഷ ഞാൻ വേറെ പറയാം. മുസ്ലിം സമുദായത്തിൽ പൗരോഹിത്യല്ല, ലാ റഹ്ബാനിയത്ത് ഫിൽ ഇസ്ലാം. ഇസ്ലാമിൽ പുരോഹിതന്മാരില്ല. ക്രൈസ്തവ സമുദായത്തിൽ പുരോഹിതന്മാരുണ്ട്, അവർക്ക് അതിൻ്റെതായ സ്ഥാനമുണ്ട്. ഖുർആൻ അത് അംഗീകരിക്കുന്നുണ്ട്. ഖുർആൻ തന്നെ അവരെ പറ്റി പറയുന്നുണ്ട്. റഹ്ബാനിയത്തൂഹ, അവരാവിഷ്കരിച്ചതായ പൗരോഹിത്യം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് പൗരോഹിത്യമില്ല എന്നാ പറയുന്നത്. അപ്പം മുസ്ലിങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിലൂടെ ഇപ്പൊ അറബി ഒരു വസ്ത്രം, ആ വേഷം ധരിക്കണം പുതുതായി തുടങ്ങിയതാ. ഞാനാണ് പഠിക്കുന്ന കാലത്ത് വിദേശത്ത് പഠിച്ച അന്ന് ഞങ്ങൾക്ക് നിർബന്ധമാക്കിയിരുന്ന ആ വസ്ത്രം അറബിയുടെ, ഞങ്ങൾ വഴങ്ങില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രത്യേക വസ്ത്രം ധരിച്ച് സമുദായത്തിൽ വ്യത്യസ്തരായി നിൽക്കുന്ന ഒരവസ്ഥ ഇസ്ലാമിലില്ല. പ്രവാചകന്റെ അനുയായികളും മറ്റുള്ളവരൊക്കെ തന്നെ ഒരേ വസ്ത്രം ധരിച്ചത്. അവരുടെ ഇടയിൽ കുറച്ച് കൂടുതൽ ഖുർആൻ അറിയുന്ന ആളോ പാണ്ഡിത്യമുള്ള ആളോ വേറിട്ടൊരു വസ്ത്രം ധരിച്ചില്ല. പിൽക്കാലത്ത് അത് ഉണ്ടായില്ല. പിന്നീട് ഉണ്ടായ ഒരു ഇന്ത്യയിൽ വെച്ച്, ഇന്ത്യ മാത്രമല്ല ഇന്ത്യ സബ് കോണ്ടിനെന്റ് ഒന്നായിട്ട് ഒരു ചൂഷണത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ അറബികളുടെ ഇടയിൽ അറിയില്ലല്ലോ ആരാവരുടെ കൂട്ടത്തിൽ പണ്ഡിതെന്ന്. താടി നീട്ടിയതുണ്ടാവും. അസ്ഹറിന്ന് പാസ്സായ ആൾക്കാർ അസ്ഹരി തൊപ്പി ഉപയോഗിക്കും. അതുപോലെ തരികടെ ഒരു ബഹുമാനിക്കാൻ വേണ്ടി ഞാനൊക്കെ അസ്ഹറിലെ പണ്ഡിതന്മാരെടുത്താണ് പഠിച്ചത്. അന്നല്ലാതെ പണ്ഡിതന്മാരെന്ന് പറയുന്ന ഒരു വർഗം ആ രീതിയിൽ വേർതിരിക്കപ്പെട്ടുകൊണ്ടില്ല. ഞാൻ പറഞ്ഞില്ല, ലാ റഹ്ബാനിയത്ത് ഫിൽ ഇസ്ലാം. ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. ഇപ്പൊ ഈ തലമറക്കുന്ന അല്ലെങ്കിൽ തലമറക്കണതിനെ പറ്റി താങ്കൾ ചോദിക്കുകയാണെങ്കിൽ, തലമറക്കണം എന്ന് പറയുന്ന ഒരൊറ്റ ഹദീസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അപ്പൊ മുസ്ലിങ്ങൾ തലമറക്കണോ എന്ന് ചോദിക്കും. അതൊരു ശീല. ഞാന് കോയമ്പത്തൂർ പണ്ട് ചെറിയതാണെന്ന്, കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ പോയി അവിടെ നിസ്കരിക്കും. എന്റെ തലയിലൊന്നുമില്ല. അപ്പൊ ഒരാളെടുത്തോണ്ട് ഒരു തൊപ്പി ഉള്ളത് എന്റെ തലയിലിട്ട് നിസ്കരിക്കുമ്പോൾ ഞാൻ എടുത്തെറിഞ്ഞ് വീണ്ടും കൊണ്ടുവന്നിട്ടു, വീണ്ടും എറിഞ്ഞ്, വീണ്ടും കൊണ്ടിച്ചു, മൂന്ന് വട്ടം എറിഞ്ഞ്. അപ്പൊ അവര് ഞാൻ നിസ്കരിച്ച് ചെയ്യുന്നവരെ കാത്തുനിന്ന്, ഞാൻ ചെറിയ കുട്ടിയാണ്, നാട്ടുകാർ ഒന്നായിട്ട് അവിടെ കാത്ത് കൈ എറിയുന്ന ആരത്ര ഒരു ശുചായി
അപ്പോൾ അവരെന്നോട് പറഞ്ഞു തലമറക്ക സുന്നത്തല്ല അല്ല, നിങ്ങൾ ബുഖാരിയോ മുസ്ലിമോ ഏത് കിതാബ് എടുത്തുണ്ട്, തലമറക്കൽ സുന്നത്തല്ല. എന്നാലും പിന്നെ കാര്യങ്ങളിൽ ഏറ്റവും നല്ലത് എന്താ ഔസത്ത് മധ്യമാർഗം സ്വീകരിക്കലല്ലേ, കുറച്ചൊക്കെ തല മറച്ചൂടെ. ഞാൻ പറഞ്ഞേ എല്ലാറ്റിലും മധ്യമാർഗം സ്വീകരിക്കാൻ പറ്റില്ല. റോഡിന്റെ നടുകൂടി നടക്കൽ സുന്നത്താ, റോഡ് സൈഡ് കൊടുക്കല സുന്നത്ത്. ഞാൻ പറഞ്ഞോട് തർക്കിക്കാന്നില്ല. ഇതൊക്കെ ഇസ്ലാമിന് കടന്നുകൂടിയതാ, അങ്ങനൊന്നും ഇല്ല. താടി വെക്കുന്നതിനെ കുറിച്ചോ? താടി വെക്കൽ സുന്നത്താ, താടി വെക്കൽ. പക്ഷെ താടിയെയും നേരത്തെ പറഞ്ഞു അത് താടി അത് ഇവിടുത്തെ പൗരോഹിത്യത്തിന് വേഷമായത് കൊണ്ടാണ്. താടിയൊക്കെ നിർബന്ധമെന്ന് പറഞ്ഞില്ല. താടി വെക്കണം എന്ന് പറയുന്നത് താടിനെ പറ്റി ഖുർആനിലാകെ പറയുന്നത് ഖുർആനിലാകെ പറയുന്നത് മൂസാ നബി അലൈഹിസ്സലാം പിന്നെ ഈ തൗറ 10 കമാൻഡ്മെന്റ്സ് 10 കൽപ്പനകൾ സ്വീകരിച്ച് വരുമ്പോ പിന്നെ അതിന് മുമ്പ് ഹാറൂൻ എന്ന് പറഞ്ഞ ആളെ പ്രതിനിധിയായിട്ട് നിശ്ചയിച്ചിരുന്നു, ഹാറൂൻ നബിയെ. അപ്പൊ അവിടെ വന്നിട്ട് ഹാറൂനും അവരും തമ്മിൽ വഴക്കൂടിയപ്പോ ഹാറൂന്റെ താടി ഒരു പിടിച്ചു വെച്ചു ഈ കൂടെ ഉണ്ടായിരുന്ന അനുയായികള്. അതിനെപ്പറ്റി പരാതി പറഞ്ഞു മൂസ നബിയോട്. പിന്നെ എന്തെങ്കിലും തമ്മിലുണ്ടായ പ്രശ്നം എന്ന് വെച്ച് എങ്ങനെ കൂടി ഇവിടെ കുഴപ്പമുണ്ടായ എങ്ങനെയാ വെച്ചാൽ മൂസാ നബി ഹാറൂന്റെ താടി പിടിച്ച്. അപ്പൊ യബന ഉമ്മ ലാത്തലിയായ എൻ്റെ ഉമ്മന്റെ മകനെ നീ എന്റെ താടി പിടിക്കലേ എന്നാൽ ആ താടി വെക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഷ്ണം ഇത് ഖുർആനില്ല, പറഞ്ഞിട്ടില്ല. ഇല്ല. ഇവിടെ കൊറ്റരാണ്ടയിലൊക്കെ ഉണ്ട് താടി ഇഷ്ടം പോലെ. ഇപ്പം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിലല്ല മോഹൻലാല് ശബരിമലയിലെ നടത്തിയ പൂജയുമായി ബന്ധപ്പെട്ട് ഒരു വിമർശനം സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഒരു മതപണ്ഡിതൻ എന്ന രീതിയിലാണ്. ഞാൻ മതപണ്ഡിതനാണല്ലോ ഈ അർത്ഥത്തിൽ. അതെ അതെ. ഞാൻ ആ പറഞ്ഞല്ലോ ശാന്തപുരത്താണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോളേജാണ്. ഞാൻ പാസ്സായിട്ടുണ്ട്. പിന്നെ പുറമെ പോയി പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ കോളേജിൽ പഠിച്ച